ഏറെക്കാലം കഴിഞ്ഞു ഭവദുരിത ഭയക്കായലിൽ പെട്ടു ചിത്തം നേരോർക്കാതെ വലഞ്ഞേൻ തുണയൊരുവരുമില്ലാതെ നട്ടം പിരിഞ്ഞേൻ ആരോർത്തോരാവി പിന്നിൽ കനലൊളി തിരളും നിന്റെ സൗഭാഗ്യഭാഗ്യം സീമാവില്ലാതൊരൈശ്വര്യം ഇതവനു വരാൻ കാരണം പ്രസാദം. ശിവായൂരപ്പ ശരണം. ഇനിയിപ്പം നമ്മുടെ ദ്വാരക ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കൊട്ടാരങ്ങള് എത്ര 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 കൊട്ടാരങ്ങള് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് പോകാം. കാലയവന്റെ ദാഹത്തിന് ശേഷം മാധവൻ ഗുഹാമുഖത്തെത്തി. തടപ്രദേശത്ത് യവനന്റെ അനേകം പടയാളികൾ എത്തിയിരുന്നു. അത് കുറച്ചാളുകൾ മല കയറുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ വെച്ചത്. എങ്ങനെ അവര് കാറ്റിൽ കരിയില എന്നത് മാതിരി പാറി 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 പോയി എന്ന് പറഞ്ഞു. അപ്പം പിതൃഭൂമി തേടിയിട്ടുള്ള യാത്ര അവർക്ക് സന്തോഷമായിരുന്നു. അപ്പം ഭഗവാൻ വിചാരിച്ചു, ഈ പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണ്ട, ഇവര് അവിടെ എത്തുന്നതിന് മുമ്പേ ദ്വാരക അവിടെ ഒരുങ്ങിയിരിക്കണം എന്ന്. എന്നിട്ട് പെട്ടെന്ന് കുറച്ചു സമയം ഭഗവാൻ വിശാലമായ പാറപ്പുറത്തിരുന്ന് ധ്യാനിച്ചു. ഒരു നിമിഷമൊന്നും കഴിഞ്ഞില്ല. ഭഗവാന്റെ അടുത്ത് കത്താനാ. വിശ്വകർമാവ് കേശവന്റെ സമീപത്തെത്തി ഗോകുലനാഥന്റെ പാദങ്ങൾ നമസ്കരിച്ചു. അപ്പൊ പറഞ്ഞു, വിശ്വകർമാവേ, താങ്കളെ വരുത്തിയത് ഒരു പ്രത്യേക കാര്യം ചൊല്ലുവാനാണ്. എന്താ? യാദവരുടെ പിതൃഭൂമിയാണ് ഈ കാണുന്ന പ്രദേശം മുഴുവനും. ഒരു കാലത്ത് മനോഹരമായ നഗരമായിരുന്നു ഇവിടം. ദേവപതിയുടെ നിർദ്ദേശപ്രകാരം കടൽ കയറി നഗരം ജലത്തിലാണ്ടു. അങ്ങനെയാണ് ഇത് പോയത്. ഇപ്പോൾ വരുണൻ ആ ഭൂമി തിരികെ തന്നിരിക്കുന്നു. ജരാസന്ധന്റെ ഭയത്തിൽ നിന്നൊഴിഞ്ഞ് യാദവർ വരികയാണ്. അവർക്ക് സുഖമായി പാർക്കുവാനുള്ള ഒരു നഗരം താങ്കൾ ഇവിടെ നിർമ്മിക്കണം. അത് പറയാനാണ് ഞാൻ അങ്ങേ ധ്യാനിച്ചത്. അവർക്ക് യാദവരുടെ അഭിമാനം ഉയർത്തുന്ന മണിസൗധങ്ങളും കൊത്തളങ്ങളും നഗരത്തിലുണ്ടാവണം. പ്രത്യേകം ഞാനൊന്നും പറയണമെന്നില്ലല്ലോ, എല്ലാം യോഗ്യം പോലെ ചെയ്യുക. വിശ്വകർമാവ് പറഞ്ഞു, നാഥ, ഗോകുലനാഥ, അങ്ങയുടെ അഭിഷ്ടം പോലെ എല്ലാം സാധ്യതമാകും. ഞാനിതാ മനോഹരമായ നഗരം പണിവൻ തുനിയായി. യാദവർ എത്തും മുമ്പ് എല്ലാം ഒരുക്കണമല്ലോ. തീർച്ചയായും മനോരഞ്ജകവും മംഗളകരവുമായ ഒരു മുഹൂർത്തം നോക്കി ദേവശില്പി നഗരത്തിന്റെ നിർമ്മാണ ജോലി ആരംഭിച്ചു. സുന്ദരമായ ദ്വീപിൽ 4 സ്വർണ്ണ ഗോപുരങ്ങളോട് കൂടിയ 7 ഉപദുർഗങ്ങൾ നിർമ്മിച്ചു. ഗോപുരങ്ങളിൽ നവരത്നഖചിതമായ രമണീയ മകുടങ്ങൾ സ്ഥാപിച്ചു. ശില്പവൈവിചിത്രം തികഞ്ഞ അനേകം മണിഹർമ്മ്യങ്ങളും ചേതോഹരമായ പരസഹസ്രം ഗൃഹങ്ങളും നിർമ്മിച്ചു. രത്നവിരാജിതമായ രാജമന്ദിരങ്ങൾ മോടിയോട് നിർമ്മിച്ചു. ഇന്ദ്രനീലക്കല്ലുകളാൽ പടുത്തുയർത്തപ്പെട്ട ഉന്നതരമ്യ സൗധങ്ങളും അതിമോഹന സുവർണ വർണ്ണ ശബളിതങ്ങളായ മണിമണ്ഡപങ്ങളും തങ്കത്തകിടുകൾ പാകിയ അങ്കണങ്ങളും വിചിത്ര വിശാല നൃത്തശാലകളും എന്ന് വേണ്ട മനോജ്ഞ സ്നാനഘട്ടങ്ങളും വിസ്താരമേറിയ ഭോജനശാലകളും എന്തിനേറെ അതിന് യോജ്യമായ മഹാസനങ്ങളും ഇരിക്കണ്ടേ മഹാസനം, മന്ത്രിമന്ദിരങ്ങള്, ആനപ്പന്തികള്, കുതിരപ്പന്തികള്, രഥശാലകള്, ഭടജനവാസ മന്ദിരങ്ങൾ തുടങ്ങി അനവധി 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 സൗധങ്ങളും വിശ്വകർമാവ് ഇവിടെ നിർമ്മിച്ചു. എത്ര പെട്ടെന്ന്! അനവധി സുമങ്ങൾ വിരിഞ്ഞു പൊന്തുന്ന പൊയ്കകള്, സർവർത്വ കുസുമ സഞ്ചയങ്ങളോടുകൂടിയ വൃക്ഷലതാദികൾ ദ്വാരകയിൽ ദേവശില്പി വിഭാവന ചെയ്തു. ദ്വാരകയുടെ മധ്യത്തായി ഗോകുലനാഥനെ ഇരിക്കുവാനുള്ള 7 നില മാളിക വിശ്വകർമാവ് നിർമ്മിച്ചു. അതിനു മുന്നിൽ നന്ദനാരാമം നമിക്കുന്ന പൂവനം രചിച്ചു. ആസ്ഥാന മണ്ഡപവും മന്ദപുര മന്ദിരങ്ങളും രത്നവിരാജിത തൽപ്പങ്ങളും ഹംസതൂലികാശയ്യകളും പതാകകള് പാറിക്കളിക്കുന്ന സ്വർണധ്വജങ്ങളും ദ്വാരകയ്ക്ക് മൂടിയേറി അത്ഭുതം ജനിപ്പിക്കുന്നതും ചൈതന്യം നിറഞ്ഞിരിക്കുന്നതുമായ ചൈത്യങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ദ്വാരക സ്വർഗത്തെ നാണിപ്പിച്ചു. പിന്നെ സ്വർഗം നാണിക്കണ്ടേ, ഭഗവാന്റെതല്ലേ ഇത്. സൂര്യചന്ദ്രന്മാർ ദ്വാരക കണ്ട് അതിശയിച്ചു.
ദേവന്മാർ മനോഹരമായ നഗരം കണ്ട് അത്ഭുത വിവശരായി. കേശവന്റെ മുമ്പിലെത്തിയ ദേവശില്പി പറഞ്ഞു, പ്രഭോ, മഹാപ്രഭോ, അടിയനാലാവും വിധം ഞാൻ ദ്വാരക നിർമ്മിച്ചു. പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുന്ന അങ്ങേക്കിത് കേവലമാണെന്നറിയാം. അടിയനറിയാം പ്രഭോ. എങ്കിലും നയനങ്ങൾക്ക് തൃപ്തി വന്നെങ്കിൽ എന്നാശിക്കുന്നു. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവശില്പിയായ നിങ്ങളുടെ കഴിവുകൾ അപാരം തന്നെ. മനോഹരമായ ആ നഗരം എന്റെ ഭാവനയെ പോലും വെല്ലുന്ന രൂപത്തിൽ താങ്കൾ വിഭാവനം ചെയ്തുവല്ലേ. താങ്കൾക്ക് നന്മ ഭവിക്കട്ടെ. വീണ്ടും വീണ്ടും വിശ്വകർമ്മ മണിവർണ്ണനെ വന്ദിച്ചു ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം പോയി. മാധവൻ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി ദ്വാരക ചുറ്റിക്കണ്ടു. യാദവരുടെ പിതൃഭൂമി വീണ്ടും അവർക്ക് നൽകുന്നതിൽ കേശവൻ ആഹ്ലാദമുണ്ട്. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. കുശസ്ഥലിയിലേക്കുള്ള യാദവരുടെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കുവാൻ രേവതിയും പൗരാവലിയും തയ്യാറായി കഴിഞ്ഞു. മനോഹരമായി നിർമ്മിച്ച ദ്വാരക കുശസ്ഥലിയിലുള്ളവർക്ക് സംസാര വിഷയമായി. കരയും ദ്വാരകയുമായി ബന്ധിക്കുന്ന പാലം എല്ലാവർക്കും അത്ഭുതം ജനിപ്പിച്ചു. എന്താ ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഒറ്റ നോട്ടത്തിൽ ദ്വാരകയുടെ ഒരു ഭാഗം കരയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. എന്നാലോ അത് പാലവുമാണ്. ദേവശില്പിയുടെ കലാവിരുതിനെ സൂചിപ്പിക്കുന്നതാണ് അതിന്റെ മാതൃക. യാദവർ വരുന്നവരും കുശസ്ഥലിയിലെ ദൂതന്മാർ കൊട്ടാരത്തിൽ അറിയിച്ചു. ആദ്യം ബലരാമനാണ് കുതിരപ്പുറത്ത് വരുന്നത്, പിന്നാലെ ഉദ്ധവര്. കേശവൻ കൂട്ടത്തിൽ ഇല്ലത്രേ. ഇങ്ങനെയാണ് അറിവ് കിട്ടിയത്. ഭഗവാൻ ഇല്ലത്രേ. കാലേവന രാജാവിനെ തടയുവാൻ അവിടെ നിൽക്കുകയാണ്. കേശവൻ മാത്രമോ? രേവതി അതിശയിച്ചു. രേവതിയും പിതാവും പൗരജനങ്ങളും കോട്ടവാതിലെത്തി. ആദ്യം വരുന്ന കുതിരപ്പുറത്ത് ബലരാമനാണെന്ന് കണ്ട് രേവതി പിതാവിന്റെ പിന്നിലേക്ക് മാറി. നാണം കവിളിൽ കുങ്കുമച്ചാറ് പരത്തി ബലരാമൻ രാജാവിന്റെ മുമ്പിൽ ഇറങ്ങി. കുശസ്ഥലിയിലെ ഭടന്മാർ കുതിരയുടെ കവഞ്ചി ഏറ്റുവാങ്ങി. പിന്നാലെ വന്ന ഓരോരുത്തരും കുതിരകളെ ഭടന്മാരെ ഏൽപ്പിച്ചു. ബഹുമാനിക്കേണ്ടവരും ആചരിക്കേണ്ടവരുമായ എല്ലാവരെയും രേവതി രാജകീയ ബഹുമാനത്തോടെ സ്വീകരിച്ചു. എന്താ അവിടെ രേവതിക്ക് കിട്ടിയ എന്താ പറയാ, അത്രമാത്രം സൗഭാഗ്യല്ലേ ഏട്ടനും മഞ്ഞിനും കൂടി ഉണ്ടാക്കി കൊടുത്തത്. യാദവർക്ക് വിശ്രമിക്കുവാനുള്ള ഇടവും നൽകി. എല്ലാവരും എത്തിയെന്ന് ബോധ്യമായപ്പോൾ കേശവൻ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി കുശസ്ഥലിയിലേക്ക് നടന്നു. നഗരം മുഴുവൻ യാദവരെ കൊണ്ട് നിറഞ്ഞു. കേശവൻ ബലരാമനെ ചെന്ന് കണ്ടു. കാലേവനന്റെ നാശകഥ വിശദമായി ധരിപ്പിക്കുകയും ചെയ്തു. കേശവൻ എത്തിയവരും വസുദേവനും ദേവകിയും അറിഞ്ഞു. മാധവൻ അവരെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഉഗ്രസേന മഹാരാജാവിനെ കണ്ട് സുഖങ്ങൾ അന്വേഷിച്ചു. എല്ലാവരും സംതൃപ്തരാണെന്ന് കണ്ടപ്പോൾ മാധവന് ചാരിതാർത്ഥ്യമുണ്ടായി. മാധവൻ ബലരാമനോട് പറഞ്ഞു, നാളെ തന്നെ ഇവരെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം ചേട്ടാ. നമുക്ക് മധുരയിലേക്ക് മടങ്ങുകയും വേണം. കേശവന്റെ വാക്കുകൾ ബലരാമൻ ശരിവെച്ചു. പ്രഭാതമായി യാദവരോട് കേശവൻ പറഞ്ഞു, വഴിയിലെ ദുസ്തരങ്ങളും ദുർഘടങ്ങളുമായ അനുഭവങ്ങൾ നിങ്ങൾ മറക്കുക. മനോഹരമായ സ്ഥലമാണ് ദ്വാരക എന്നോർക്കുക. എല്ലാവർക്കും സുഖമായി വസിക്കുവാൻ വേണ്ട സ്ഥലം ദ്വാരകയിലുണ്ട്. എല്ലാവർക്കും തുല്യമായ സ്ഥലമാണ് ഇവിടെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. ഭവനങ്ങളെല്ലാം ഒരുപോലെയാണ്. മറ്റു വിഭവങ്ങളും അതുപോലെ തന്നെ. രാജാവും ഇല്ല, അവിടെ ഭൃത്യരുമില്ല, അടിയാനുമില്ല, ഉടയനുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, വർഗഭേദങ്ങളില്ല, വലിപ്പ ചെറുപ്പങ്ങളില്ല. സമശീതോഷ്ണമായ അന്തരീക്ഷത്തിൽ സമത്വമുള്ളവരായി കഴിയണം. ആരും ആരെയും ഭരിക്കുകയില്ല. എല്ലാവർക്കും തുല്യമായ അനുഭവമാണ് അവിടെ. ഒരു നിമിഷത്തിന് ശേഷം മാധവൻ പറഞ്ഞു, ഇന്ന് തന്നെ എല്ലാവർക്കും ദ്വാരകയിലേക്ക് പോകാം. ദ്വാരക നിങ്ങളെ കാത്തിരിക്കുന്നു. ആഹ്ലാദത്തോടെ യാദവർ ദ്വാരകക്ക് തിരിച്ചു. ഭൂമിയിൽ ആദ്യത്തെ സമത്വ സുന്ദര നഗരം കേശവൻ സംഭാവന ചെയ്തു. അങ്ങനെ എല്ലാവരും ആ പൊന്നുതന്ത്രാന്റെ അനുഗ്രഹത്തോടുകൂടി ദ്വാരകയിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ യാദവരെ ഒക്കെ ഓരോരു കൊട്ടാര സദൃശമായ ഭവനങ്ങളിൽ എല്ലാവർക്കും തുല്യത, അങ്ങനെയുള്ള ഒരു സമാധാനവും സൗഖ്യവും സന്തോഷവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാവരെയും പാർപ്പിച്ച ശേഷം ഭഗവാനും ബലരാമനും മധുരയിലേക്ക് തിരിച്ചുപോയി.
കാലയവനന്റെ കടുത്ത കോപത്തിൽ നിന്ന് മോചനം നേടിയ മധുര സന്തോഷത്തിലേക്ക് മെല്ലെ മെല്ലെ മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും ആ വാർത്ത നഗരത്തിൽ പതിച്ചത്. ജരാസന്ധ മഹാരാജാവ് പടയുമായി വരുന്നു. ഇക്കുറി മധുര നശിപ്പിച്ചേ മാഗധൻ മടങ്ങുകയുള്ളൂ. കാലയവനന്റെ പടയും ജരാസന്ധനോടൊപ്പമുണ്ട്. തങ്ങളുടെ രാജാവിനെ കൊന്നതിന് പകരം ചെയ്ത് അവർ അടങ്ങും. എല്ലാവർക്കും കേശവനെ മതി. അത്രക്കുണ്ട് അവരുടെ പ്രതികാരദാഹം. അപ്പൊ ഇവർക്ക് വീണ്ടും പേടികൂടി. ഒന്ന് സന്തോഷിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് വിടുന്നില്ല. മധുരയിൽ ശേഷിച്ച ജനങ്ങൾ ഭയന്ന് വിറച്ചു. എന്തു വേണമെന്നറിയാതെ അവർ അമ്പരന്നു. മാർഗം കാണിച്ചു തരുവാൻ ഒരാളില്ല. ആശ്വാസം പകരുവാൻ ആരുമില്ല. എതിർത്ത് നിൽക്കുവാൻ രാജാവില്ല, സൈന്യങ്ങളില്ല. പിന്നെ എങ്ങനെ സ്വസ്ഥത തേടും എന്ന് തുടങ്ങിയ ദുര്യോഗമാണിത് തന്നെ. സ്വസ്ഥത നശിച്ച ജനങ്ങൾ വസുദേവ ഭവനത്തിൽ തടിച്ചുകൂടി. മധുരയിൽ നിന്നും പോയ യാദവരോടൊപ്പം പോകാൻ കഴിയാതെ വന്നതിൽ അവർ തീഷ്ണമായി ദുഃഖിച്ചു. പോയിട്ടുണ്ടെങ്കിലോ, അവരുടെ കൂടെ പോയിരുന്നെങ്കിൽ എന്നിപ്പം തോന്നാൻ തുടങ്ങി. വാസുദേവനെ പ്രതീക്ഷിച്ച് ജനങ്ങൾ തടിച്ചുകൂടി. സായാഹ്നത്തോടെ ബലരാമനും കേശവനും മധുരയിൽ എത്തുകയും ചെയ്തു. അവരെ കണ്ടപ്പോൾ മൃതപ്രായരായ ജനങ്ങൾക്ക് ജീവൻ വന്നു. സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, കേശവ, ഞങ്ങളെ രക്ഷിക്കൂ. നിന്റെ വാക്കുകൾ കേൾക്കാതെ മധുരയിൽ തങ്ങിയതിന് മാപ്പ് തരൂ ഭഗവാനെ, മാപ്പ് തരൂ. ജരാസന്ധൻ പടയുമായി വരുന്നു. യവനപ്പടയും അവനോടൊപ്പം ഉണ്ട്. മധുര ശ്മശാനമാക്കാതെ ജരാസന്ധൻ മടങ്ങുകയില്ല. അപ്പൊ കേശവൻ പറഞ്ഞു, നിങ്ങൾ ആരും ഭയപ്പെടണ്ട, സ്വസ്ഥത കളയുകയും അരുത്. മധുര നിങ്ങളുടെ രാജ്യം തന്നെയാണ്. ജരാസന്ധൻ വരട്ടെ, മധുരയിൽ ആധിപത്യം നടത്തട്ടെ. ആരും അവനെ തടയുക വേണ്ട. മധുരയിൽ എതിർക്കുവാൻ ആളില്ലെങ്കിൽ നാശമൊഴിയും. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാട്ടോ, നിങ്ങൾ പേടിക്കണ്ട. കേശവന്റെ വാക്കുകൾ അമൃതായിരുന്നു, അമൃത്. ഒരു വാരം കഴിഞ്ഞപ്പോൾ ഭവിക്കേണ്ടത് വന്ന് ഭവിച്ചു. ജരാസന്ധൻ പടയുമായി മധുരയിലെത്തി. കാമം ബാധിച്ച മൂലം ഒരു കുലടയുമായൊത്തു കാലങ്ങൾ നീക്കി കർമ്മങ്ങൾ ചെയ്തിടാതെ ദ്വിജകുലജനനം ഹന്ത പാഴാക്കിയല്ലോ. മുൻകർമ്മത്തിൻ ഗുണത്താൽ പ്രിയസുതനെ അവർ പേരെടുത്തുച്ചരിക്കെ സീമാവില്ലാതൊരൈശ്വര്യമിതവനു വരാൻ കാരണം നിൻ കടാക്ഷം. എല്ലാം അവിടുത്തെ കടാക്ഷം തന്നെ. വേറെന്തുണ്ട്? അങ്ങനെ ഇവര് യാതെ സങ്കടപ്പെട്ട സമയത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വന്നു. ജരാസന്ധൻ പടയുമായി മധുരയിലെത്തി. നഗരവാതിൽ മാഗധനെത്തി. മധുരയിൽ സൈന്യം ഉപരോധിച്ചു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, മാഗധനെ എതിർക്കുവാൻ ആരും വന്നില്ല. ചാരന്മാർ വന്ന് രാജാവിനെ അറിയിച്ചു, മധുരയിൽ രാജാവില്ല. യാദവരിൽ നല്ലൊരു ഭാഗവും ഓടിപ്പോയി കഴിഞ്ഞു. രാമകൃഷ്ണന്മാരെയും കാണുവാനില്ല. മധുരയിലേക്ക് അങ്ങയെ അവർ സ്വാഗതം ചെയ്യുകയാണ്. ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. ജരാസന്ധൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ ഞാൻ ഈ കേൾക്കണേ എന്നുള്ള ഭാവത്തിലായിപ്പോയി ജരാസന്ധൻ. താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സൂത്രശാലിയാണ് കേശവൻ. ഏതെങ്കിലും കെണി മാധവൻ തീർത്തിരിക്കും. ഇല്ലാതെ മധുര ഒഴിഞ്ഞു യാദവർ പോവുകയോ? കാലയവനെ കൊന്ന കഥ ഓർക്കുമ്പോൾ തന്ത്രത്തിൽ കേശവനെ വെല്ലുവാൻ ആരുമില്ല. ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കൃഷ്ണൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ശ്ലാഘനീയമാണ്. യുദ്ധത്തിൽ സാധാരണ ജനങ്ങളാണ് മരണം വരിക്കുക. അതൊഴിവാക്കാം. സമ്പത്ത് നശിക്കുകയില്ല, ശത്രു നശിക്കുകയും ചെയ്യും. പക്ഷേ കഠിനമായ ചിന്തയും അമിത ബുദ്ധിയും ഭാവി കണ്ടറിയുവാനുള്ള കഴിവും ഉണ്ടെങ്കിലേ ഇത് മൂന്നും നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്ന് ജരാസന്ധൻ ചിന്തിക്കുന്നു. ഇങ്ങനെ പലതും ചിന്തിച്ച മാഗധൻ പിറ്റേന്ന് തന്നെ മധുരയിൽ പ്രവേശിച്ചു. മധുരയിലെ ജനങ്ങൾ രാജാവിനെ സ്വാഗതം ചെയ്തു. ഒരു യുദ്ധം ഒഴിവായതിൽ സൈന്യങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. മാഗധൻ നഗരത്തിലെത്തിയതിനു ശേഷം നേരെ പോയത് വസുദേവ മന്ദിരത്തിലേക്കാണ്. കേശവനും ബലരാമനും പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. ജരാസന്ധൻ ഭവനാങ്കണത്തിലെത്തി. രജതവർണ്ണമുള്ള 2 അശ്വങ്ങളുടെ പുറത്ത് രാമനും കൃഷ്ണനും കയറി. അവർ യാത്രക്ക് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ജരാസന്ധൻ തേരിലെത്തിയത്. ആരോ വിളിച്ചു പറഞ്ഞു, രാമനും കൃഷ്ണനും ഇതാ നിൽക്കുന്നു, പിടിക്കവരെ. ജരാസന്ധൻ അലറി പറഞ്ഞു. പുഞ്ചിരി ഉച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ കുതിരകളെ പായിച്ചു.
മറുവശത്തു കൂടെ കുതിരകൾ നഗരത്തിന് വെളിയിലേക്ക് പാഞ്ഞു. ജരാസന്ധനും സൈന്യവും അവരെ പിന്തുടർന്നു. മധുര വീണ്ടും ശൂന്യമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടല്ലേ, പരക്കം പാച്ചിലേറയല്ലേ നമ്മള്. അതുപോലെ ഭയന്നവരെ പോലെ രാമകൃഷ്ണന്മാർ കുതിരകളെ ഇളക്കി വിട്ടു. ഏതു വിധത്തിലും അവരെ പിടിക്കണമെന്ന് കരുതി മാഗധൻ തെളിച്ചു. ഇരുവർക്കും കാണാവുന്ന ദൂരത്തിൽ അവർ യാനം തുടർന്നു. ഒരു ദിവസം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കാതെ ഓടുന്ന രാമകൃഷ്ണന്മാരെ കണ്ട് മാഗധന് ധൈര്യം ഏറി. എടാ ഗോപപ്പിള്ളരെ, കാലിമേക്കുന്നതല്ല യുദ്ധം, കാലിമേക്കുന്നതല്ല യുദ്ധം, തന്ത്രം കൊണ്ട് ജയിക്കാമെന്ന് കരുതി അല്ലേ? നിങ്ങളെ രണ്ടിനെയും വക വരുത്തിയെടുത്ത് തന്നെ കാര്യം. ഇങ്ങനെ പറഞ്ഞ് ധൈര്യം നേടി മാഗധൻ തെളിച്ചു. രാമകൃഷ്ണന്മാർ പ്രവർഷണ ശൈലത്തിന്റെ ചുവട്ടിലെത്തി. വളരെ വേഗത്തിൽ പർവ്വതത്തിലേക്ക് കയറി. ജരാസന്ധനും കൂട്ടരും പർവ്വതത്തിന്റെ സാനുവിൽ വന്നു ചേർന്നു. രാമകൃഷ്ണന്മാർ പർവ്വതത്തിൽ ഏതെങ്കിലും ഗുഹയിൽ ഒളിച്ചു കാണും, അതൊക്കെയാണല്ലോ പണി. ഉണങ്ങിക്കിടക്കുന്ന മലയിലേക്ക് അവർ നോക്കി നിന്നു. ഇലകൾ കൊഴിഞ്ഞ മരങ്ങള് ശിഖരങ്ങൾ ഉയർത്തി നിൽക്കുകയാണ്. പുല്ല് കരിഞ്ഞ് കച്ചിയായിരിക്കും. നല്ല സുഖം തന്നെ. ഇതാ ഉണങ്ങിയ ഇലകളൊക്കെ മരത്തിന്റെ ചുവട്ടുകളിലുണ്ട്. പുല്ലൊക്കെ കരിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. നിശ്വാസം പോലെ ചൂടുകാറ്റ് വരുന്നുമുണ്ട്. ഞങ്ങൾ മുകളിലേക്ക് കയറാം, അവരെ പിടിക്കാം, പടത്തലവൻ പറഞ്ഞു. വേണ്ട, അത് അപകടമാണ്. കല്ലുകൾ താഴേക്ക് വരും, കാട്ടുതീ ഉണ്ടാകും, നാശം അധികമാണ്, മരണം കൂടും. അത് വേണ്ട. ജരാസന്ധൻ ആലോചിച്ചിട്ട് പറഞ്ഞു. നിങ്ങൾ മലയുടെ 4 വശവും വളയുക, ഒന്നിച്ചു തീയിടുക. കാട്ടുതീയിൽ അവർ വെന്ത് കരിയും. സൈന്യങ്ങൾ മല വളഞ്ഞു ചുറ്റും തീയിട്ടു. താവാഗ്നി ഉയർന്നു. അന്തരീക്ഷത്തിൽ 1000 നാവിട്ടുയർന്ന അഗ്നി ആരെയും നക്കി തോർത്താൻ പാകത്തിൽ കത്തി നിന്നു. കാറ്റ് അഗ്നിക്ക് കൂട്ടായിട്ട് നിന്നു. പോരെ. കാട്ടുതീയും പുകയും കൊണ്ട് പൊതിഞ്ഞ പർവ്വതം നോക്കി സൈനികർ നിന്നു. എന്താ ചെയ്യ? ജരാസന്ധൻ പറഞ്ഞു. 2 ദിവസം കഴിയട്ടെ, പിന്നീട് തിരിക്കാം. നമുക്കിവിടെ നോക്കാലോ. എന്തോ ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. നോക്കാലോ നമുക്ക്. സൈന്യങ്ങൾ ആഹ്ലാദത്തോടെ മല കത്തുന്നത് കാത്തു നിന്നു. 2 ദിവസം കഴിഞ്ഞു. കറുപ്പും വെളുപ്പും കലർന്ന മല ദൃശ്യമായി. കാറ്റിൽ പുക വലിയ ഇളകി മാറി. ചാരം പറന്ന് വെളുത്തും മരങ്ങൾ കരിഞ്ഞ് കറുത്തും ശൂന്യമായ പർവ്വതം. പാവങ്ങള് ആ മലയിലുള്ള പക്ഷികളും മൃഗങ്ങളും എന്ത് ചെയ്തിട്ടാ? മൃഗങ്ങളോ പക്ഷികളോ അവിടെയില്ല. ജരാസന്ധൻ പറഞ്ഞു, നമുക്ക് മടങ്ങാം. രാമകൃഷ്ണന്മാർ കാട്ടുതീയിൽ വെന്ത് മരിച്ചു. വാർത്ത നാടെങ്ങും പരന്നു. എല്ലാ സ്ഥലത്തും വാർത്ത എത്തിക്കുവാൻ ജരാസന്ധൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ശിശുപാലനും രുക്മിയും സന്തോഷിച്ചു. വളരെ 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 സന്തോഷിച്ചു. അവർ രണ്ടുപേരും. അവർക്ക് പണിയില്ലാണ്ട് കാര്യം നടന്നു കിട്ടിയല്ലോ. സന്തോഷം. ഒരു ശല്യം അവസാനിച്ചല്ലോ എന്ന്. ജരാസന്ധനോട് ഏറ്റു നിൽക്കുവാൻ അല്ലെങ്കിൽ അവന് കഴിയുകയില്ല. ജരാസന്ധൻ ആരാ? മോൻ. ജരാസന്ധ മഹാരാജാവിനെ ബഹുമാനിക്കാതെ തരമില്ല. ശത്രു എത്ര നിസ്സാരനാണെങ്കിലും അവന് വധിക്കണമെന്ന രാജ്യതന്ത്രം അദ്ദേഹം കർശനമായി പാലിച്ചു. ജരാസന്ധൻ മധുരയിലെത്തി. ഗോപുരങ്ങളിൽ മഗധയുടെ കൊടി ഉയർത്തി. പക്ഷേ കേശവൻ മരിച്ചിരിക്കുമോ? മധുരയിൽ കഴിയുന്ന ജരാസന്ധന്റെ മനസ്സിൽ മിന്നൽ പോലെ ആ ചിന്ത വന്നു വീണു. മനം കള്ളം ഓതുകയില്ല. കേശവൻ മരിച്ചിട്ടില്ലെന്നാണ് തന്റെ ഹൃദയം ഓതുന്നത്. എങ്കിൽ ഇതും മാധവന്റെ അടവ് തന്നെയാണ്. നാളെ ശക്തി സമ്പാദിച്ച് ബലത്ത സേനയുമായി അവൻ വരും, തീർച്ച. മധുരയും മഗധയും മാനമായി അവന്റെ കരത്തിലമരും. അങ്ങനെ വന്ന് കേശവനെ അമർത്തി ഒതുക്കുവാൻ തങ്ങളുടെ വംശത്തിൽ പിന്നെ ആരും ഉണ്ടാവുകയില്ല. ശിശുപാലനും രുക്മിക്കും കഴിയുകയില്ല. തന്റെയോ കംസന്റെയോ സന്തതികൾക്കും കഴിയുകയില്ല. രാത്രിയുടെ നിശബ്ദതയിൽ അനന്തയുടെ വാതിലുകൾ തുറന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ ജരാസന്ധന് തോന്നി. കേശവൻ മരിച്ചിട്ടില്ല. കേശവനെ കൊല്ലുവാൻ ഭൗതിക ശക്തികൾക്ക് കഴിയില്ല. അതിങ്ങനൊരു അശരീരി പോലെ. അശരീരി അല്ലാതാനും ഇങ്ങനെ കേൾക്കുന്നു. ജരാസന്ധൻ ചെവി പൊത്തി. കംസന്റെ അതേ അടവായി പോയി ഇയാൾ ചെവി പൊത്തി. ഒരു സീൽക്കാരമായി കാറ്റിൽ ഊളിയിട്ട് ആ ശബ്ദം കടന്നുപോയി. ചെവി തുറന്നപ്പോൾ വീണ്ടും ആ ശബ്ദം ഉയർന്നു വന്നു. ജരാസന്ധന്റെ സ്വസ്ഥത പടിയിറങ്ങി. ജരാസന്ധന്റെ ഉറക്കം പോയി. കംസന്റെ അതേപോലെ
പ്രഭാതത്തിൽ ജരാസന്ധൻ എഴുന്നേറ്റു. വരബലമായി തനിക്ക് ലഭിച്ച ഗദയുമായി ജരാസന്ധ രാജാവ് പുറത്തേക്ക് വന്നു. ജനങ്ങളും സൈന്യവും അദ്ദേഹത്തിന് ചുറ്റും അല്പം അകലെ നിന്നു. ജരാസന്ധൻ പറഞ്ഞു, മധുര ഇന്നു മുതൽ കംസന്റെ മകൻ അധികാരപ്പെട്ടതാണ്. അത് ധിക്കരിക്കുന്നവൻ ജരാസന്ധന്റെ ശത്രുവായിരിക്കും. ഇതാ, ഞാൻ ആ ഗോപുരത്തിൽ നിന്നും ഈ ഗത ചുഴറ്റിയെറിയുവാൻ പോവുകയാണ്. വരദത്തമായ ഈ ഗതക്ക് കാറ്റിന്റെ വേഗം സ്വയം ഉൾക്കൊള്ളുവാൻ കഴിയും. ഈ ഗത പതിക്കുന്ന ഭാഗം വരെ കേശവന്റെ ചാർച്ചക്കാരോ യാദവരോ കടന്നു വരുവാൻ പാടില്ല തന്നെ. ഇനി കേശവൻ തന്നെ ഉയരിട്ട് വന്നാലും ഗതയ്ക്ക് ഇപ്പുറം കടക്കരുത്. ഇത് വരബലശാലിയായ ജരാസന്ധന്റെ ആജ്ഞയാണ്. പൂരം ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ജരാസന്ധൻ ഗോപുരത്തിൽ കയറി ഗത ചുഴറ്റിയെറിഞ്ഞു. ഒരു മിന്നൽ പിണർ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ആ ഗത പറന്നു പോയി. കണ്ണഗിര ശലങ്ക കേരളത്തിൽ വന്ന് വീണതുപോലെ. ഏതാനും ദിവസം കൂടി മാഗധൻ മധുരയിൽ പാർത്ത ശേഷം ഗംഗാതടത്തിലേക്ക് പോയി. മധുര കംസന്റെ മകൻ തന്നെ ഭരിച്ചു. കേശവനും ബലരാമനും പ്രവർഷണത്തിന്റെ ഒരു ഭാഗത്തുകൂടെ സമുദ്രതീരത്തിലെത്തി. അവർ സമുദ്രതീരത്തു നിന്നും പർവ്വതം കത്തുന്നത് കണ്ടു. വൈശ്രവണൻ നൽകിയ 2 കുതിരകളിൽ രാമകൃഷ്ണന്മാർ ദ്വാരകയിലെത്തി. ബലരാമനെ കണ്ട രേവതിയുടെ ഹൃദയം തണുത്തു. സങ്കടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കേശവൻ മരിച്ച വാർത്തയറിഞ്ഞ് രുക്മിണിയുടെ ഹൃദയം തകർന്നും പോയി. കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ദ്വാരക സന്തോഷ സാഗരത്തിൽ ആറാടി. സമത്വ സുന്ദരമായ ലോകം. ജനങ്ങളിൽ ആഹ്ലാദം പകർന്നു. ഒരാൾക്ക് സന്തോഷായി ആർക്ക് രേവതിക്ക്, മറ്റൊരാൾക്ക് സങ്കടായി ആർക്ക് രുക്മിണിക്ക്. മരിച്ചു എന്നല്ലേ ഇപ്പം കേൾവി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റിയാ പോരല്ലോ. ദിക്കെങ്ങും പ്രശസ്തി പെറ്റ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു വിദർഭ. സത്യസന്ധനും നീതിമാനും നയജ്ഞനുമായ ഭീഷ്മകനാണ് ആ രാജ്യം ഭരിച്ചിരുന്നത്. ഐശ്വര്യ സമൃദ്ധവും നയന മനോഹരവുമായ വിദർഭ ദേവലോകത്ത് പോലും അറിയപ്പെട്ടിരുന്നു. വളരെ നല്ലൊരു രാജ്യമായിരുന്നു. പക്ഷെ മക്കൾ വഴിതെറ്റിപ്പോയി. ഭീഷ്മകന്റെ മകനാണ് രുക്മി. ജരാസന്ധ മഹാരാജാവിന്റെ വലതുകരമായി അവൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. ആദ്യമൊക്കെ ഭീഷ്മക രാജാവ് അവന്റെ ചെയ്തികളെ എതിർത്തു. പക്ഷെ രുക്മി വരതയിൽ നിന്നില്ല. അതാണ് ദുഷ്ടപുത്രന്മാരുണ്ടായാലും ഇങ്ങനെ തന്നെ. രാജാവ് പിന്നെ ഒന്നും പറയാനും പോയില്ല. എന്തിനു വെറുതെ പറഞ്ഞിട്ട്. ഭീഷ്മക രാജാവിന് ഒരു മകളുണ്ട്, രുക്മിണി എന്നാണ് നാമം. മധുരയിൽ കംസൻ നടത്തിയ ചാപപൂജയിൽ പങ്കെടുക്കുവാൻ രുക്മി പോയപ്പോൾ സഹോദരിയെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. മധുരയിൽ വെച്ചവൾ കരിമുകിൽ വർണ്ണനെ കണ്ടു. ആയാമ്പൂ നിറമേണ്ട കണ്ണൻ അന്ന് തന്നെ മനസ്സിൽ കയറിയിരുന്നതാണ്. ഇറങ്ങുന്നേയില്ല മനസ്സിന്. അവിടെ സ്ഥാനം പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും ആ ചാരുരൂപൻ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിയതേയില്ല. മാധവന് മനസ്സിൽ മനനം ചെയ്ത് വസിക്കുകയാണ് അവള്. രുക്മിണി. ഓരോ ദിവസം കഴിയും തോറും വിദർഭയിൽ പുതിയ പുതിയ വാർത്തകൾ എത്തിക്കൊണ്ടിരുന്നു. ചാരന്മാരും വിപ്രന്മാരുമാണ് സന്ദേശവുമായി വന്നുകൊണ്ടിരുന്നത്. മധുരയെക്കുറിച്ച് വരുന്ന ഏത് സന്ദേശം അപ്പോൾ തന്നെ തന്റെ നികടത്തിൽ എത്തിക്കണമെന്ന് രുക്മിണി പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. മധുരയെന്ന് വരുന്ന കാര്യങ്ങളൊക്കെ എന്നെ അന്നേരം അറിയിച്ചേക്കണം എന്ന്. പാവല്ലേ രുക്മിണി, നല്ല കുട്ടിയാണ് രുക്മിണി. രുക്മിണിയുടെ നയനങ്ങൾ നനഞ്ഞു തന്നെ ഇരുന്നു. എന്നും സങ്കടം. നിശയുടെ നിശബ്ദതയിൽ അവൾ സഹോദരന്റെ വാക്കുകൾ ഓർക്കും. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ രുക്മിണി ശിശുപാലിന് വേളി കഴിക്കും. ഇല്ലെങ്കിൽ ബാക്കി പറയാതെ തന്നെ രുക്മിണിക്കറിയാം. കോപിഷ്ഠനാണ് അദ്ദേഹം. എന്തും ചെയ്യുവാൻ മടിക്കാത്തവനാണ്. അച്ഛനെ ധിക്കരിച്ചു, അമ്മയെ നിന്ദിച്ചു. ജരാസന്ധൻ പറയുന്നത് മാത്രമേ അവൻ അനുഷ്ഠിക്കുകയുള്ളൂ. ആ സ്ഥിതിക്ക് തന്റെ അഭിലാഷങ്ങൾ എങ്ങനെ സഫലമാകും? ഒന്നുകിൽ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി മരണം പോകാം, അല്ലെങ്കിൽ കേശവനെ മറന്ന് ശിശുപാലനിൽ ലയിക്കാം. അതോർക്കുമ്പോൾ വയ്യ. അയ്യോ, അതിലും ഭേദം മരണം തന്നെ. ആദ്യം എത്തിയ വാർത്തതിന് രുക്മിണിയിൽ വേദനയുടെ സേതു മുറിച്ചു. യാദവർ മധുര വിട്ടു. രാമകൃഷ്ണന്മാർ ഒളിച്ചോടി. എവിടേക്കെന്നാർക്കും അറിയില്ല. പാവൻ രുക്മിണി. കരയണ്ട കുട്ടി. നാളെ നമുക്ക് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാട്ടോ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.